വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളിന് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ നോർമലി ഇങ്ങനെ ഇരുന്നപ്പം വിചാരിച്ചു കുറേ നാളായില്ലേ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. സോ ഒരു മിനി ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. ഇവിടെ എല്ലാവർക്കും പനിയും ജലദോഷമൊക്കെ ആയിരുന്നു. ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ്. കുഴപ്പമില്ല, ഓക്കെ ആയിട്ട് വരുന്നു. സോ എല്ലാവരും മസ്റ്റായിട്ടും എല്ലാവരുടെയും ഹെൽത്ത് മസ്റ്റായിട്ടും എന്താ പറയുന്നത് സൂക്ഷിക്കുക. ഞാൻ വിചാരിച്ചു കുറേ ദിവസം കൊണ്ട് വായിക്ക് ടേസ്റ്റോ അല്ലെങ്കിൽ ഒന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മുടെ ഈ ചെറുപയർ കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്ന് വെച്ചാൽ ചെറുപയർ വറുത്തരച്ച് കറി വെക്കുക, ചൂട് ചൂടോടെ കഴിക്കാൻ. അപ്പം വൺസ് അഗൈൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. 3 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ലൈറ്റായിട്ട് തണ്ട് വറുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ലൈറ്റായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. ഒത്തിരി അങ്ങ് പൊടിയാൻ പാടില്ല. അതാണ്ട് ഈ ഒരു പരുവത്തിൽ പൊടിച്ചെടുക്കുക. എന്നിട്ടൊരു 2-3 വെള്ളത്തിൽ കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പും പിന്നെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയേ. ഇട്ടതിന് ശേഷം ഒരു 3 വിസിൽ കൊടുത്ത് ഞാനിവിടുന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴത്തേനും ഞാൻ ചോറിനുള്ള അരി അടുപ്പിലോട്ട് ഇട്ട് അത് വെന്ത് വന്നേ. എന്നിട്ട് അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് ജീരകം, ലൈറ്റായിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് അരച്ച് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. കുറച്ച് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് വേണം. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ അരച്ച് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ വെന്ത് വെച്ചിരിക്കുന്ന ഈ പയറിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല വെളിച്ചെണ്ണയിൽ, ഞാനിവിടെ ഈ പ്രാവശ്യം മേടിച്ച വെളിച്ചെണ്ണ അത്ര ശരിയല്ലായിരുന്നു. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇതാക്കി എടുത്തത്, എന്താ പറയുന്നത്, കടുക് പൊട്ടിച്ചെടുത്തത്. വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുക്, പിന്നെന്തുമായിരുന്നു, വറ്റൽമുളക് എന്ന് വെച്ചാൽ ഉണക്കമുളക്, പിന്നെ കരിയാപ്പില, ഉള്ളിയും കൂടി ഇട്ടതിന് ശേഷം അതൊന്നായി വരുമ്പോഴത്തേനും നമ്മൾ ഈ അരപ്പൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ചെറുപയറിലേക്ക് ഈ കടുക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് ചോറ് കഴിക്കാനേ. അതിന് ശേഷം ഞാനിവിടെ ചോറെല്ലാം കഴിച്ചതിന് ശേഷം ഒന്ന് കിടന്നുറങ്ങി. അപ്പോഴത്തേനും അമ്മൂസ് ഇവിടെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. വെളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവളെ റെഡിയാക്കി വെച്ചു. അവളപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേനും പിന്നെ അവൾക്ക് ഉറക്കം വന്ന് ഉറങ്ങിയിട്ട് ഞങ്ങൾ ജസ്റ്റ് വെളിയിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയ ഒരു വീഡിയോ ആണ്. എന്നിട്ട് ഞങ്ങൾ വെളിയിലൊക്കെ പോയിട്ട് വന്നു കേട്ടോ. പിന്നെ പനിയൊക്കെ ആയതുകൊണ്ട് ഒത്തിരി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അടുത്ത വീഡിയോയിൽ ഞാൻ ഇച്ചിരി കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഡേ ഇൻ മൈ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.